ഡെന്റൽ മിറ്റ്സ് കേരള വേർഷൻ. മഞ്ഞപ്പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് വെളുക്കും. ഫോൾസ്. വെളുക്കില്ല. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ആ മഞ്ഞപ്പൊടി തീർന്നു പോകുന്നതേ ഉള്ളൂ. വിസ്ഡം ടൂത്ത് എപ്പോഴും റിമൂവ് ചെയ്തിരിക്കണം. ഫോൾസ്. കാരണം വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് തേർഡ് മോളാറിനാണ് വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ആണ് വന്നേക്കുന്നതെങ്കിൽ അതിനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ചരിഞ്ഞും തിരിഞ്ഞും മറ്റു പല്ലുകൾ ഉപദ്രവിച്ചും കവിളുകൾ മുറിച്ചും ഒക്കെ മറ്റു വേദനകളൊക്കെ ഉണ്ടാക്കി വരുന്നതാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. പല്ല് ക്ലീൻ ചെയ്താൽ അല്ലെങ്കിൽ സ്കെയിൽ ചെയ്താൽ ടീത്ത് ലോസ് ആവും. ഫോൾസ്. പല്ല് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നല്ലത് തന്നെ ഉള്ളൂ. അതായത് മോണയുടെയും പല്ലിന്റെ ഇടയിലുള്ള അഴുക്കാണ് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യുന്നത്. അത് മോണയെ കുറച്ചുകൂടെ ബലപ്പെടുത്തേ ഉള്ളൂ, പല്ല് കുറച്ചും കൂടെ സേഫ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ബാഡ് ബ്രത്ത് ഉണ്ടാകുന്നത് സ്റ്റൊമക്കിന്റെ പ്രോബ്ലം കൊണ്ടാണ്. സ്റ്റൊമക്കിന്റെ പ്രോബ്ലം കൊണ്ടും നമുക്ക് ബാഡ് ബ്രത്ത് ഉണ്ടാവാം. അത് വൺ ഓഫ് ദ കോസസ് ആണ്. സോ ട്രൂ. ഫ്ലോസിങ് നമ്മുടെ പല്ലിനിടയിൽ എന്തെങ്കിലും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ഫ്ലോസിങ് ഒരു ജനറൽ പ്രാക്ടീസ് ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. കൃത്യമായിട്ട് ഫ്ലോസിങ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് നിന്ന് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ഡെന്റിസ്റ്റ് ദേ വോളണ്ടിയർ ഫോർ ഷോയിങ് ഹൗ ടു ഡു പ്രോപ്പർ ഫ്ലോസിങ്. അത് ഇംപ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന് ബാഡ് എഫക്ട്സും ഉണ്ട്.